ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ദൈവഹിതം നിർവഹിക്കുന്നവന്, ദൈവ വചനം പാലിച്ച് ജീവിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തമ്പുരാന്റെ വചനം കേട്ട് ജീവിച്ചാല് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്നത് ദൈവപുത്രരാകുവാനായിട്ട്, അവന്റെ സഹോദരനും സഹോദരിയും അമ്മയുമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക. ദൈവത്തിന്റെ സ്വന്തക്കാരായിട്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞു തരിക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും ഈ ഒരു ഭാഗ്യം എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ വെച്ചിട്ടും അത് നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ പോവുകയാണ്. നമ്മുടെ തമ്പുരാന്റെ വചനം പാലിച്ച് ജീവിക്കുവാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു. ദൈവവചനത്തെക്കാൾ ഉപരി സ്വന്തം ഇഷ്ടത്തിനും ആഗ്രഹത്തിനും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കാനായിട്ട് അവൻ എൻ്റെ ജീവിതത്തില് തൻ്റെ വചനം നൽകിയിട്ട് പോയത്. ഈ വചനം അനുസരിച്ച് ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ സ്വന്തക്കാരനായിട്ട്, അവന്റെ ബന്ധുക്കാരനായിട്ട് മാറുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗ്യം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് നൽകിയിട്ട് എത്രമാത്രം അത് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും തമ്പുരാന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനും ഈ ലോക സുഖങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തില് ഞാൻ പ്രാവർത്തികമാക്കണമെങ്കിൽ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് ത്യജിച്ച് ദൈവസന്നിധിയിൽ അവന്റെ ഹിതത്തിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അവന്റെ വചനം കേട്ട് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഞാനെന്ന ഭാവം വെടിയാനായിട്ട് ഇന്ന് ഏറ്റവും പ്രയാസമാണ്. നമ്മളൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈഗോ അല്ലെ. ഞാനെന്ന ഭാവം, എനിക്കെല്ലാം വേണം, എനിക്ക് എല്ലാ സുഖവും വേണം, എല്ലാ സന്തോഷത്തിലും ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അത് വെടിയാനായിട്ടോ ഞാനെന്ന ഭാവം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും. ഞാനെന്ന ഭാവം മാറ്റി വെക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ദൈവത്തിന്റെ വചനം കേട്ട് ജീവിക്കാനായിട്ടോ അവന്റെ സ്വന്തക്കാരായിട്ട് മാറുവാനായിട്ടോ സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ഈശോ എന്നെയും നോക്കി പറയണം, മോനെ ദേ നീ എൻ്റെ സ്വന്തമാണ് എന്ന്. അങ്ങനെ പറയണമെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.